ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 59ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും പരിശോധിക്കേണ്ടതുണ്ട്. ആകെ 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം ഒലീസയാണ്. ഈ താരത്തിന് റയൽ മാഡ്രിഡിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. കിലിയൻ എംബപ്പെ അദ്ദേഹത്തെ ക്ലബിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ബയേണിനോട് ഇക്കാര്യം പറയാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഒലീസയുള്ളത്. പക്ഷേ ബയേൺ താരത്തെ വിട്ടു നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് മറ്റു ഓപ്ഷനുകൾ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും റയലിൽ എത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒലീസ ഉള്ളത്. ഇതാണ് ഒലീസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ്. രണ്ടാമത്തെ താരം ബാർക്കോളയാണ്. PSG താരമായ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കാലമായി ശ്രമിക്കുന്നവരാണ് ലിവർപൂൾ. അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ബയേൺ ഇപ്പോൾ താരത്തിന് വേണ്ടി ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒലീസെ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞാൽ പകരം ബാർക്കോളയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബയേണിൻ്റെ ഒരു തീരുമാനം. പക്ഷേ PSG ആവശ്യപ്പെടുന്ന തുക അത് വളരെ വലിയ ഒരു തുകയാണ്. 150 മില്യൺ യൂറോ എങ്കിലും ലഭിക്കണം എന്നാണ് PSG ഒരു ആവശ്യം. ഇനി മൂന്നാമത്തെ താരം റോഡ്രിയാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ശക്തിപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പെരസ് താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ സമ്മതം മൂളിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളുമായുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്യാനാണ് റയൽ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് താരത്തെ നിലനിർത്താനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി നാലാമത്തെ താരം അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. അതായത് ഈ താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. വരുന്ന സീസണിലും ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ഉണ്ടാകും. ക്യാരിക്കിൻ്റെ പ്ലാനുകളിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ള ഒരു താരമാണ് ഇദ്ദേഹം. മാത്രമല്ല ബ്രൂണോയുടെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. ഇനി അഞ്ചാമത്തെ താരം അത് യാൻ ഡിയോമണ്ട് ആണ്. ഇന്നലെ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി അത് ഡിയോമണ്ട് ആണ്. കാരണം റയൽ ഇന്നലെ അപ്രതീക്ഷിതമായി കൊണ്ട് 100 മില്യൺ യൂറോയുടെ ഒരു ഓഫർ താരത്തിന് നൽകിയിരുന്നു. പക്ഷേ ലീപ്സിഗ് അത് നിരസിച്ചു. PSG ഒരുപാട് കാലമായി ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ലിവർപൂളിനും ഇദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ റയൽ രംഗത്ത് വന്നതോടുകൂടി കാര്യങ്ങൾ സങ്കീർണമായിട്ടുണ്ട്. സിറ്റി, ആഴ്സണൽ എന്നിവർക്കൊക്കെ താല്പര്യമുള്ള താരമാണ് ഡിയോമണ്ട്. PSG പോകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീരുമാനം. പക്ഷേ റയൽ രംഗപ്രവേശനം ചെയ്തതോടുകൂടി ഇതിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം അത് ഫെറാൻ ടോറസ് ആണ്. ബാഴ്സ വിടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ താരം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം ബാഴ്സ വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. താരത്തെ നിലനിർത്താൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. എന്നാൽ അത്ലറ്റിക്കോ, PSG തുടങ്ങിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫെറാൻ ടോറസിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ അറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ ഉള്ളത്. ഇനി ഏഴാമത്തെ താരം ഐമറിക് ലപ്പോർട്ട്. ഈ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ ഏകദേശം 30 മില്യൺ യൂറോ എങ്കിലും FC ബാഴ്സലോണ ചിലവഴിക്കേണ്ടി വന്നേക്കും. ചെറിയ തുകക്ക് താരത്തെ വിൽക്കാൻ അത്ലറ്റിക് ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ലപ്പോർട്ടിന് ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷേ ക്ലബ്ബ് ഇപ്പോൾ ഒരു തടസ്സമായി നിലകൊള്ളുന്നുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തെ വിറ്റ് ഒഴിവാക്കൽ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. ഇനി എട്ടാമത്തെ താരം അത് മാനു കോനയാണ്. റോമയുടെ താരമായ ഇദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുകയാണ്. പേഴ്സണൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മധ്യനിര താരമായ ഇദ്ദേഹത്തിന് വേണ്ടി 43 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ റോമക്ക് നൽകാനുള്ള ഒരുക്കത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. ഒൻപതാമത്തെ താരം ഒർലാൻഡോ ഗിൽ. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരാഗ്വയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയ ഗോൾ കീപ്പറാണ് ഗില്ല്. സാൻ ലോറൻസോ എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഈ താരത്തിന് വേണ്ടി അവർ നീക്കങ്ങൾ നടത്തിയേക്കും. പത്താമത്തെ താരം സമ്മർവില്ലാണ്. ഡച്ച് സൂപ്പർ താരമായ ഇദ്ദേഹത്തെ സൗദി ക്ലബ്ബായ അൽ ഹിലാൽ സ്വന്തമാക്കി കഴിഞ്ഞു. ആകെ 65 മില്യൺ പൗണ്ടാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡിന് ലഭിക്കുക. 4 വർഷത്തെ കരാറിലാണ് സമ്മർവിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഒരു സീസണിൽ 17 മില്യൺ യൂറോ എന്ന ഒരു വലിയ സാലറി അദ്ദേഹത്തിന് അൽ ഹിലാലിൽ ലഭിക്കും. ഇനി 11ാമത്തെ താരം വിനീഷ്യസ് ജൂനിയർ ആണ്. ഈ ബ്രസീലിയൻ സൂപ്പർ താരം റയൽ മാഡ്രിഡ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ കൂടുതൽ സജീവമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2027 അവസാനിക്കും. അത് ഇതുവരെ പുതുക്കാൻ റയലിന് കഴിഞ്ഞിട്ടില്ല.
ലിവർപൂളാണ് താരത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബ്. അതായത് വിനീഷ്യസ് ജൂനിയർ ഫ്രീ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ലിവർപൂൾ ഇപ്പോൾ ഒരുക്കമാണ്. ഇനി 12ാമത്തെ താരം അത് റഫേൽ ലിയാവോയാണ്. ഈ പോർച്ചുഗീസ് താരത്തെ കൈവിടാൻ ഇപ്പോൾ AC മിലാൻ ഒരുക്കമായി കഴിഞ്ഞു. 70 മില്യൺ യൂറോയോളം ലഭിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൈവിടാൻ മിലാൻ ഒരുക്കമാണ്. താരത്തിന് വേണ്ടി അനുയോജ്യമായ ഓഫറുകൾ വരും എന്നാണ് AC മിലാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. 13 നിക്കോ വില്യംസ്. ഈ താരത്തെക്കുറിച്ചുള്ള റൂമറുകൾ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ആഴ്സണൽ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ലിവർപൂളും രംഗത്തുണ്ട്. 90 മില്യൺ യൂറോയാണ് ഈ സ്പാനിഷ് താരത്തിന്റെ റിലീസ് ക്ലോസ്. ഇത് നൽകിക്കഴിഞ്ഞാൽ ക്ലബ്ബുകൾക്ക് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കും. 14 എമി മാർട്ടിനസ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള യുവന്റസിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 7 മില്യൺ യൂറോയുടെ ഒരു ഓഫർ കഴിഞ്ഞ ദിവസം ആസ്റ്റൺ വില്ലയ്ക്ക് യുവന്റസിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ അവരത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ തുക വേണം എന്നാണ് ആസ്റ്റൺ വില്ലയുടെ ഒരു ആവശ്യം. 15 ജോൺ സ്റ്റോൺസ്, എസ്രി കോൺസ എന്നീ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ 2 ഇംഗ്ലീഷ് താരങ്ങളെയും സ്വന്തമാക്കാൻ ആഴ്സണലിന് ഇപ്പോൾ താല്പര്യമുണ്ട്. പ്രതിരോധം ശക്തിപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സാലിബയ്ക്ക് പരിക്കാണ്. കുറച്ചധികം കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്ക് മികച്ച താരങ്ങളെ ഇപ്പോൾ ആർട്ടറ്റയ്ക്ക് ആവശ്യമുണ്ട്. 16 ആന്ദ്രേ പിർലോ. ഒടുവിൽ ഇറ്റലി അവരുടെ പരിശീലകനെ കണ്ടെത്തിക്കഴിഞ്ഞു. ഇറ്റാലിയൻ ഇതിഹാസമായ പിർലോയാണ് ഇനി മുതൽ ഇറ്റാലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക. പെപ്പിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു, അത് ഫലം കണ്ടില്ല. ആഞ്ചലോട്ടിയും അവരുടെ ക്ഷണം നിരസിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഇറ്റാലിയൻ ദേശീയ ടീം ഇപ്പോൾ പിർലോയിലേക്ക് എത്തിയിട്ടുള്ളത്. 17 ഗോർഡിയോളാണ്. ഈ താരം മാഞ്ചസ്റ്റർ സിറ്റി വിടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം സിറ്റിയുമായി കോൺട്രാക്റ്റ് പുതുക്കുകയാണ്. കൂടാതെ ഡോക്കു, കുസാനോവ് എന്നിവരൊന്നും മാഞ്ചസ്റ്റർ സിറ്റി വിടില്ല. അവരെല്ലാവരും ക്ലബ്ബുമായുള്ള തങ്ങളുടെ കോൺട്രാക്റ്റുകൾ നീട്ടുകയാണ്. 18 ഒല്ലി വാറ്റ്കിൻസ്. ആസ്റ്റൺ വില്ലയുടെ ഇംഗ്ലീഷ് താരമായ ഇദ്ദേഹത്തിന് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ എന്നിവർ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷെ ഇദ്ദേഹത്തിന് വേണ്ടി വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 19 വോസീഞ്ഞയാണ്. വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ഗോൾ കീപ്പറാണ് വോസീഞ്ഞ. കേപ്പ് വെർദെ ഗോൾ കീപ്പറാണ്. ഇനി മുതൽ ചിലിയിലാണ് അദ്ദേഹം കളിക്കുക. കോളോ കോളോ എന്ന ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. 40 വയസ്സുള്ള ഈ താരം വേൾഡ് കപ്പോട് കൂടിയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇനി 20ാമത്തെ താരം അത് ഫ്രങ്കി ഡിയോങ് ആണ്. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇദ്ദേഹത്തെ ബാഴ്സ ഒഴിവാക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ കാരണം പരിശീലകനായ ഫ്ലിക്ക് തന്നെയാണ്. കാരണം ഫ്ലിക്കും ഡിയോങ്ങും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട്. അനുയോജ്യമായ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ താരത്തെ ബാഴ്സ കൈവിടും. പക്ഷേ ഓഫറുകൾ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം ഡിയോങ് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഉള്ളത്. ഇത്രയും അപ്ഡേറ്റുകളാണ്, അഥവാ 20 അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.